ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരം തന്നെ. യുദ്ധനീതിയാണ്. ഇന്ന് യുദ്ധനീതിയില്ല. ഇന്ന് യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെയാണ് ടാർഗറ്റ്. ഗാസയിൽ മുഴുവൻ കൊല്ലുന്നത് കുഞ്ഞുങ്ങളെയാണ്. പട്ടാളം പൊന്നാനി മണ്ഡലം വിട്ടു പോവുക. ഇസ്ലാം യഥാർത്ഥത്തിൽ കാരുണ്യത്തിന്റെ മതമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് കർശനമായി നിർദ്ദേശിക്കുന്ന മതമാണ്. എപ്പോ വേണമെങ്കിലും പ്രകൃതി ക്ഷോഭിക്കാം, മേഘവിസ്ഫോടനം ഉണ്ടാകാം, സുനാമി ഉണ്ടാകാം, അല്ലെ? ഏത് തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഏത് സമയത്തും മനുഷ്യന്റെ ജീവനെടുക്കാൻ, ജീവിതങ്ങളെ തകർക്കാൻ കടന്നു വരാം. ആ പ്രകൃതിയെ മനുഷ്യൻ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന്, മരങ്ങളെ, വനങ്ങളെ, പ്രകൃതിയെ എങ്ങനെയാണ് മനുഷ്യൻ നോക്കിക്കാണേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞു. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. വനവും പ്രകൃതിയും അതിന്റെ കാവൽക്കാരാണ് മനുഷ്യരെന്നാണ് പറഞ്ഞത്, അതിന്റെ ചൂഷകരല്ല എന്നാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഏതാണ് ഏറ്റവും മികവാർന്ന പുരുഷൻ? മികവാർന്ന പുരുഷൻ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവനാണ് ഏറ്റവും മികവുള്ള പുരുഷൻ. സ്ത്രീധനം വാങ്ങിക്കരുത്, പകരം മഹറാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. സ്ത്രീധനം വാങ്ങിക്കരുത്. എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സ്ത്രീധന നിരോധന നിയമങ്ങളെല്ലാം ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടായത്. സ്ത്രീധനം വാങ്ങിച്ചു പോകരുത്, സ്ത്രീയാണ് ധനം, മഹർ കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏറ്റവും വലിയ സുവർണകാലം പ്രവാചകന് ശേഷമുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഖലീഫ ഉമറിന്റെ കാലമാണ്. ഖലീഫ ഉമറിന്റെ സദസ്സിൽ ഒരിക്കൽ ഈ മഹർ തുക കുറയ്ക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ആ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു. അത് അത്ഭുതപ്പെടുത്ത കാര്യം. അന്നത്തെ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു. ആ വനിത എഴുന്നേറ്റ് നിന്ന് അതിനെ സ്ത്രീ ചോദ്യം ചെയ്തു. ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നീതിമാനായ ഭരണമാന്മാരായ ഭരണാധികാരികളുടെ മുൻപിലുണ്ടായിരുന്ന ആളാണ്. ഖലീഫ ഉമർ പറഞ്ഞു, അവര് പറഞ്ഞതാണ് ശരി, നിങ്ങൾ പറയുന്നതല്ല. നമുക്ക് ഭരണകൂടത്തിന് മഹർ കുറയ്ക്കാനുള്ള അവകാശമില്ല എന്ന് തീർപ്പുണ്ടാക്കി. അപ്പോൾ ഖലീഫ ഉമറിന്റെ രാജസദസ്സിൽ പോലും സ്ത്രീകൾക്ക് പറയാനുള്ള അവകാശമുണ്ടായിരുന്നു. എന്നിട്ട് ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ഒക്കെ പിന്നീടാണ് അത് പ്രൂവ് ചെയ്തത്. ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. സയൻസ് എല്ലാം പിന്നീട് തെളിയിച്ച കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് അത് കാലത്തിന്റെ മുമ്പേ നടന്ന കാര്യങ്ങളാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇന്നിപ്പോ ലോകത്ത് യുദ്ധം നടക്കുകയാണ്. ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ്. ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചു പരിപാടി. കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? യുദ്ധത്തിന് നീതി ഉണ്ടാകണം, യുദ്ധത്തിന് നീതി ഉണ്ടാകണം, യുദ്ധനീതി ഉണ്ടാകണം. സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, വൃദ്ധരായ ആളുകളെ, രോഗികളെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ ഒരിക്കലും ആക്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധനീതി, യുദ്ധനീതിയാണ്. ഇന്ന് യുദ്ധനീതിയില്ല. ഇന്ന് യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെയാണ് ടാർഗറ്റ്. ഗാസയിൽ മുഴുവൻ കൊല്ലുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നേരിട്ട് കാണാം. ആർക്കും അമേരിക്കയിലും പ്രക്ഷോഭമില്ല, ലോകത്ത് ഒരിടത്തും പ്രക്ഷോഭമില്ല. ഐക്യരാഷ്ട്ര സംഘടന ഇടപെടുന്നില്ല, ലോകത്ത് ആരും ഇടപെടുന്നില്ല. ഐ ഫീൽ നത്തിങ്, അതാണ് പുതിയ ചിന്ത. എനിക്കൊന്നും തോന്നുന്നില്ല, ഒരു വികാരമില്ല. കാരണം വേറെ ആരുടെ കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇന്നത്തെ ചിന്ത. ലോകം കീഴ്മേൽ മറിയുകയാണ്. മനുഷ്യൻ എന്നുള്ള ആ സങ്കല്പം, സ്നേഹം, അനുകമ്പ, കാരുണ്യം, ഇതെല്ലാം മനുഷ്യനിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രവാചക മതം, അതാണ് വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിക്കുന്നത്. ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ
കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാന ദൗത്യം, ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൽ സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. പട്ടാളം പൊന്നാനി മണ്ഡലം വിട്ടു പോവുക. ചുറ്റിന്ത്യ ചുറ്റിന്ത്യ